വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള സർക്കാരിന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളാണ്. അപ്പൊ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും കാണണം. കാണാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അപ്പൊ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണും. അപ്പൊ കുറച്ചും കൂടെ അതൊരു കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും. ഇതിനു മുമ്പ് ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊരു 10th ലെവൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ LGS ലെവൽ ക്ലാസ്സുകളാണ്. അപ്പൊ സെക്രട്ടേറിയറ്റിന്റെ പ്ലേലിസ്റ്റിൽ തന്നെ ഞാനിത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പോൾ ഈ ക്ലാസ്സിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതുണ്ട്. എല്ലാ പദ്ധതികളും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ പദ്ധതികളുണ്ടല്ലോ. അപ്പൊ അതാണ് കേട്ടോ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ക്ലാസ് ഇഷ്ടമാവുക വെച്ചാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെടുന്ന ക്ലാസ് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പദ്ധതിയുടെ പേര് മാറ്റം എന്നാണ്. എന്താ സംഭവം ഈ മാറ്റം എന്ന് പറയുന്ന പദ്ധതി? നമ്മുടെ സംസ്ഥാനത്ത് നഗരങ്ങളിലെ ഖരമാലിന്യങ്ങൾ ഉണ്ടല്ലോ, അത് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ സംസ്ഥാനത്തെ നഗരങ്ങളിലെ ഖരമാലിന്യ സംസ്കരണവുമായി റിലേറ്റഡ് ആയിട്ടുള്ള പദ്ധതിയാണ്. ആധുനിക ശാസ്ത്രീയ സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ എന്താ പറയാ ഇതിനുള്ള പരിപാടികൾ നടത്തുക. ഇപ്പൊ കേരള സർക്കാർ, വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്നിവരുടെയൊക്കെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇനി എന്നിവയുടെ സാമ്പത്തിക സഹകരണത്തോടു കൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഈ കേരളത്തിലെ ഖരമാലിന്യ പരിപാലന പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ പേരാണ് മാറ്റം. ഇതിന് സഹായം കൊടുക്കുന്നത് ആരാണ്? സാമ്പത്തിക സഹായം നൽകുന്നത് കേരള സർക്കാരും വേൾഡ് ബാങ്കും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും ഒക്കെ നൽകുന്നു. ഇനി അടുത്ത പദ്ധതി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം? എന്താണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം? 2024 ആരംഭിച്ച പദ്ധതി 5 വർഷത്തേക്ക് 14 ജില്ലകളിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആരെയൊക്കെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും വാർദ്ധക്യ സഹജമായിട്ടുള്ള എന്താ പറയാ ജീവിതശൈലി രോഗങ്ങൾ വന്നിട്ടുള്ളവരെയും, ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ എന്താണ് സാംക്രമികേതര രോഗങ്ങൾ വന്നിട്ടുള്ളവരെയും അങ്ങനെയുള്ള അത്തരം രോഗങ്ങളെയൊക്കെ നേരിടാൻ വേണ്ടി ലോകബാങ്കിന്റെ സഹായത്തോടു കൂടി ആരംഭിക്കുന്ന പദ്ധതിയാണ് ആരംഭിച്ച പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. അപ്പൊ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം 2024 ആരംഭിച്ച് 5 വർഷത്തേക്ക് 14 ജില്ലകളിൽ നടപ്പിലാക്കുകയാണ്. ഇപ്പോൾ ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം അങ്ങനെയുള്ള സാംക്രമികേതര രോഗങ്ങളും കൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതി 5 വർഷത്തേക്ക് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സജ്ജം എന്ന് പറയുന്ന പദ്ധതി. എന്താ സജ്ജം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സജ്ജം എന്ന് പറയുന്ന പദ്ധതി കുടുംബശ്രീ യൂണിറ്റിന്റെ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പ്രത്യേകത 13 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബാലസഭ എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്. ബാലസഭ എന്ന് പറയാം. അപ്പൊ പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ബാലസഭയിലെ അംഗങ്ങളായ 13 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളെ സജ്ജരാക്കാൻ ബോധവൽക്കരണ പദ്ധതി കുടുംബശ്രീ കൊണ്ടുവന്നേക്കാണ്. ആ പദ്ധതിയുടെ പേരാണ് സജ്ജം. അപ്പൊ കുടുംബശ്രീയുടെ കീഴിലുള്ള ബാലസഭയിലെ കുട്ടികൾക്ക് പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുകയാണ്. അതാണ് സജ്ജം. ക്ലിയർ ആയില്ലോ? അടുത്തത് നമ്മൾ കുറേയധികം പദ്ധതികൾ പറയുന്ന പോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് കേരള നോളജ് ഇക്കോണമി മിഷൻ. കേരള നോളജ് ഇക്കോണമി മിഷൻ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം 2026 ആകുമ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് ആളുകൾക്ക് 15 ലക്ഷത്തോളം ആൾക്കാർക്ക് ജോലി കൊടുക്കണം എന്നാണ് കേരള ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്.
ആ ഉദ്ദേശം അനുസരിച്ച് കുറേയധികം ആൾക്കാർക്ക് പല ട്രെയിനിങ്ങുകളും ഒക്കെ കൊടുത്ത് ജോലി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലെ ട്രാൻസ്ജെൻഡേഴ്സിന് അല്ലെങ്കിൽ ലേഡീസിന് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള കുട്ടികൾക്ക് അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേക ഓരോരോ പ്രോജക്റ്റുകൾ ഇവര് അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ കൊണ്ടുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് പ്രോഗ്രാമുകളാണ് നമ്മൾ പഠിക്കണം. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായി, അതായത് മത്സ്യത്തൊഴിലാളികളുടെ മക്കള് നന്നായി പഠിച്ച് ജോലിയില്ലാണ്ടിരിക്കുന്ന കുട്ടികൾ, തൊഴിൽ അന്വേഷിക്കുന്ന കുട്ടികൾക്ക് കേരള നോളജ് ഇക്കോണമി മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം. അപ്പൊ കേരള നോളജ് ഇക്കോണമി മിഷന്റെ ഒരു പദ്ധതിയാണ് തൊഴിൽ തീരം. കേരള നോളജ് ഇക്കോണമി മിഷൻ കേരള ഗവൺമെന്റിന്റെ തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയാണ്. അതില് ഫിഷറീസ് വകുപ്പിന്റെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി കുട്ടികള് പഠിച്ച കുട്ടികൾക്ക് ജോലി കൊടുക്കാനുള്ള പദ്ധതി തൊഴിൽ തീരം. ഇനി അടുത്തത് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് വേണ്ടി തൊഴിൽ നൽകുന്ന പദ്ധതിയുടെ പേര് പ്രൈഡ്. അപ്പൊ മത്സ്യത്തൊഴിലാളികളില് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ജോലി നൽകുന്ന പരിപാടി തൊഴിൽ തീരം. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായിട്ട് തൊഴിൽ എന്താ പറയാ പ്രത്യേക നൈപുണ്യ പദ്ധതികളും അവർക്ക് ട്രെയിനിങ്ങും അങ്ങനെയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ജോലി എത്തിച്ചു കൊടുക്കണ പരിപാടിയെ പ്രൈഡ് എന്ന് വിളിക്കും. എന്താ വിളിക്കണേ? പ്രൈഡ്. ഇനി അഭ്യസ്ത വിദ്യരും തൊഴിൽ അന്വേഷകരുമായ വനിതകൾക്ക് തൊഴിൽ നൽകാൻ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടുകൂടി കേരള നോളജ് ഇക്കോണമി മിഷൻ ആരംഭിച്ച പരിപാടിയാണ് തൊഴിലരങ്ങത്തേക്ക്. ഈ കുടുംബശ്രീ മിഷൻ പ്രകാരം ധാരാളം ആൾക്കാർക്ക് കേരള നോളജ് ഇക്കോണമി മിഷൻ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കുറെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട് കുടുംബശ്രീ വഴി. അതിനു വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി അംബാസഡേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്ത് അങ്ങനെയാണ് അവരത് ചെയ്യുന്നത്. അപ്പൊ അഭ്യസ്ത വിദ്യരും തൊഴിൽ അന്വേഷകരുമായിട്ടുള്ള വനിതകൾക്ക്, നമ്മുടെ ഒരു ധാരണയുണ്ട് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാരൊന്നും കുടുംബശ്രീയിൽ ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെയൊന്നല്ല. ധാരാളം പഠിച്ചിട്ടുള്ള കുട്ടികള് ചെറിയ ആൾക്കാർ തന്നെ ഇപ്പോ എവിടെയുണ്ട്? കുടുംബശ്രീയിലുണ്ട് കേട്ടോ. അപ്പോൾ അത്തരം കുടുംബശ്രീയിലുള്ള ലേഡീസിന് വേണ്ടിയിട്ട് കേരള നോളജ് ഇക്കോണമി മിഷന്റെ സഹകരണത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് അവർക്ക് ജോലി കൊടുക്കാൻ, സ്ത്രീകൾക്ക് തൊഴിൽ അരങ്ങത്തേക്ക്. ഇനി പട്ടികവർഗ വിഭാഗത്തിലെ അഭ്യസ്ത വിദ്യരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പരിശീലനം നൽകി തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കുന്ന കേരള നോളജ് ഇക്കോണമി മിഷന്റെ പരിപാടി ഒപ്പറ. എന്താണ് ഒപ്പറ? അപ്പൊ കേരള നോളജ് ഇക്കോണമി മിഷന്റെ 4 പരിപാടികൾ, നമ്മൾ പദ്ധതികൾ പഠിച്ചു. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് 2026 ധാരാളം ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 5 വർഷമായിട്ട് കേരള ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് കേരള നോളജ് ഇക്കോണമി മിഷൻ. ഈ കേരള നോളജ് ഇക്കോണമി മിഷന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നത് തൊഴിൽ തീരം, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് ജോലി പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതി പ്രൈഡ്. ഇനി അഭ്യസ്ത വിദ്യരായ നമ്മുടെ എന്താ പറയാ കുടുംബശ്രീയിലുള്ള ലേഡീസിന് തൊഴിൽ നൽകുന്ന പദ്ധതി തൊഴിൽ അരങ്ങത്തേക്ക്. പട്ടിക ജാതി വിഭാഗത്തിലെ തൊഴിലന്വേഷകർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി എന്താണ്? പട്ടികജാതി അല്ല കേട്ടോ, പട്ടികവർഗ വിഭാഗത്തിൽ. രണ്ടും 2 കാറ്റഗറിയാണ്, നമുക്ക് തെറ്റിക്കാൻ പാടില്ല. അപ്പൊ പട്ടികവർഗ വിഭാഗത്തിലെ അഭ്യസ്ത വിദ്യരെ കണ്ടെത്തി അവർക്ക് പരിശീലനമൊക്കെ നൽകി തൊഴിൽ നൽകുന്ന പദ്ധതി ഒപ്പറ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും 4 പ്രോഗ്രാമുകൾ നോളജ് ഇക്കോണമി മിഷന്റെ ഓർത്ത് വെക്കണം. അടുത്തത് സംസ്ഥാന വ്യാപകമായിട്ട് ഒരു AI ക്യാമറകൾ വെക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സേഫ് കേരള എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നമ്മളോട് ചോദിച്ചു നമ്മൾ മനസ്സിലാക്കണം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയുന്നതിന്, അതായത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുക. അപ്പോൾ ഗതാഗത നിയമങ്ങൾ കൃത്യമായിട്ട് ലംഘിക്കാത്തതുകൊണ്ടാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാവണേന്ന് നമുക്കറിയാം. അപ്പൊ ആ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനങ്ങൾ പരമാവധി കുറയ്ക്കാനും വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് സേഫ് കേരള എന്ന് പറയുന്നത്. അപ്പൊ സംസ്ഥാന വ്യാപകമായി AI ക്യാമറകള്, ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ എന്നിവ സാങ്കേതിക വിദ്യയിൽ നടപ്പിലാക്കുകയാണ്. അങ്ങനെ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അപ്പൊ അതിന്റെ കീഴിലുള്ള പദ്ധതിയാണ് സേഫ് കേരള എന്ന് പറയുന്നത്. അപ്പൊ സേഫ് കേരള ക്ലിയർ ആയല്ലോ? എന്താ സേഫ് കേരള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം നടപ്പിൽ വരുത്തുന്നതിനും ആവിഷ്കരിച്ച പദ്ധതി. ഇതിന്റെ പരിണിത ഫലമായിട്ടാണ്, ഈ പദ്ധതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് AI ക്യാമറകളൊക്കെ വെച്ചേക്കണേ. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റിംഗ് റെക്കഗ്നീഷൻ, അതായത് എന്താണ് പറയുന്നത്, വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പുക ടെസ്റ്റ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാനും അങ്ങനെ
ഒരു സിസ്റ്റം കൊണ്ടുവന്നേക്കാണ് സേഫ് കേരള വഴി. ഇങ്ങനെ ഇത്തരം സാങ്കേതിക വിദ്യ നടപ്പിലാക്കിയ ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കേരളം എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അത്ര നാളായിട്ടില്ല. എൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളിൽ 1-2 ക്ലാസ്സുകളാണ് ഇതൊക്കെ. അപ്പൊ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ. ആ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടിക വർഗ കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതി. ഇപ്പോ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രത്യേകത എന്താ? അതിൽ നമുക്ക് 100 തൊഴിൽ ദിനേ ഉള്ളൂ അല്ലെ? അപ്പൊ 200 തൊഴിൽ ദിനം ആർക്ക് കൊടുക്കുകയാണ്? പട്ടിക വർഗക്കാർക്ക് ഈ പദ്ധതി പ്രകാരം കൊടുക്കുകയാണ്. അതിന്റെ പ്രോഗ്രാമിന്റെ പേരാണ് ട്രൈബൽ പ്ലസ് എന്ന് പറയും. എന്താണ് ട്രൈബൽ പ്ലസ്? അപ്പൊ ഈ ട്രൈബൽ പ്ലസ് എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഇത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു സബ് പ്രോജക്റ്റ് ആയിട്ട് തുടങ്ങിയേക്കണം. ഈ പ്രോജക്റ്റ് തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. അപ്പൊ സാധാരണ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് എത്ര തൊഴിൽ ദിനം കൊടുക്കും? 100 തൊഴിൽ ദിനം കൊടുക്കും. എന്നാൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിലുള്ള ട്രൈബൽ പ്ലസ് പദ്ധതി എങ്ങനെയാ പറയണേ? പട്ടികവർഗ കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്നു. ക്ലിയർ ആയില്ലോ? ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് വിവ കേരളം. എന്താ വിവ കേരളം? വിവ എന്ന് പറഞ്ഞാൽ VIVA. വി എന്ന് പറഞ്ഞാൽ വിളർച്ചയിൽ, VA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ച. അപ്പൊ വിളർച്ചയും വളർച്ചയാണ് വിവ. VI എന്ന് പറഞ്ഞാൽ വിളർച്ച, VA എന്ന് പറഞ്ഞാൽ വളർച്ച. അപ്പൊ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നാണ് വിവ എന്ന് പറയുന്ന അതിന്റെ പൂർണ്ണ രൂപം കേട്ടോ. അപ്പൊ വിവ കേരളം എന്താണെന്ന് നമുക്ക് പഠിക്കാം. 15 വയസ്സ് തൊട്ട് 59 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളുണ്ടല്ലോ, കുട്ടികളും പെൺകുട്ടികളും സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവരില് അനീമിയ കണ്ടെത്തുകയും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് വിവ. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. നല്ല പേര് അല്ലെ? വിവ, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. 15 വയസ്സ് തൊട്ട് 59 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾ തുടങ്ങി പ്രായമായ സ്ത്രീകൾ വരെയുള്ളവർക്ക് അനീമിയ ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ കൊടുക്കുക. ക്ലിയർ ആയില്ലോ? എന്താ പേര്? വിവ കേരളം. അടുത്തത് നവകിരണം. അതെന്താ നവകിരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താ നവകിരണം എന്ന് പറയുന്ന പദ്ധതി? നമ്മൾ കേട്ടിട്ടുണ്ട് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതി. ആ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിയെ പുനർനാമകരണം ചെയ്തു, അല്ലെങ്കിൽ അതിനൊരു പുതിയ പേരിട്ട് കൊടുത്തു. ആ പേരാണ് നവകിരണം പദ്ധതി. അപ്പൊ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിയുടെ പുതിയ പേരാണ് നവകിരണം പദ്ധതി. എന്താ നവകിരണം അല്ലെങ്കിൽ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതി? വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുന്ന സർക്കാരിന്റെ പദ്ധതി. അപ്പൊ വനത്തില് അല്ലെങ്കിൽ വനമേഖലയില് ആര് മാത്രമല്ല ഉള്ളത്? ആദിവാസികൾ മാത്രമല്ല താമസിക്കണേ, അല്ലാത്ത ആൾക്കാരും താമസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള കേരള ഗവൺമെന്റ് പദ്ധതിയായിരുന്നു റീബിൽഡ് കേരള ഡെവലപ്മെന്റ്. അതിന് പുതിയ പേരിട്ടതാണ് നവകിരണം പദ്ധതി. ക്ലിയർ ആയില്ലോ? ഓക്കെ. അടുത്തത് മന്ദഹാസം. ഇത് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. ചിരി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിരിക്കുമ്പോൾ പല്ലാണ് കാണുന്നത് അല്ലെ? ചിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർ നോക്കണതിനനുസരിച്ചിട്ടാണ് ഓരോന്ന് കാണുന്നത്. പക്ഷെ നമ്മളിപ്പോ ചിരിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പല്ലുകൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? അപ്പൊ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക്, അപ്പൊ മുതിർന്ന പൗരന്മാരാകുമ്പോ പ്രായ ആൾക്കാരാകുമ്പോ അവരുടെ പല്ലൊക്കെ പോവില്ലേ? അപ്പൊ എന്താണ്? അവർക്ക് കൃത്രിമ ടൂത്ത് സെറ്റ് നൽകുന്ന പരിപാടിയാണ്, വെപ്പ് പല്ലുകൾ നൽകുന്ന പരിപാടിയാണ് മന്ദഹാസം. ഈ മന്ദഹാസം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ മന്ദഹാസത്തിന്റെ മാതൃകയില് തമിഴ്നാട് ഗവൺമെന്റ് ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അതിന്റെ പേരെന്താന്ന് നമ്മളോട് ചോദിച്ചാലോ? പുന്നഗൈ. എന്താണ് പേര്? പുന്നഗൈ എന്നാണ് പേര്. മന്ദഹാസ മാതൃകയിൽ തമിഴ്നാട് ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പുന്നഗൈ. 6 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെ ഉള്ളവർക്ക് ദന്ത ആരോഗ്യ പരിചരണം നൽകുന്ന പദ്ധതി വേറൊരെണ്ണം. ഇതൊക്കെ ദന്തവുമായിട്ടുള്ളതാണ്. അതിന്റെ പേരാണ് പുഞ്ചിരി. അപ്പൊ മന്ദഹാസവും പുഞ്ചിരിയും ഒക്കെ ഒന്ന് തന്നെ അല്ലെ? പക്ഷെ എന്താണ്? പര്യായ പദങ്ങൾ പോലെയാണ്, ഓരോന്നും ഓരോ കാറ്റഗറിയിൽ പെടും. അപ്പൊ മന്ദഹാസം പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് എന്താണ്? വെപ്പുപല്ല് കൊടുക്കുകയാണ് ഇല്ലേ? കൃത്രിമ ടൂത്ത് സെറ്റ് കൊടുക്കുകയാണ്. അതിന്റെ തന്നെ ഈ തമിഴ്നാട്ടിലുള്ള ഒരു പദ്ധതിയാണ് പുന്നഗൈ.
6 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ദന്താരോഗ്യ പരിചരണം നൽകുന്ന പരിപാടിയാണ് പുഞ്ചിരി. ഇനി അതിഥി തൊഴിലാളികൾ ഉണ്ടല്ലോ, അവർക്കും അല്ലെങ്കിൽ ആദിവാസികൾക്കും വദന അർബുദം, മുഖത്തൊക്കെ നമ്മൾ പറയാം വായയില്, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഈ എന്താ പറയാ പുകയിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ നമുക്കറിയാം എന്താണ് ഈ ക്യാൻസറും അങ്ങനെയുള്ള പലതൊക്കെ വരും അല്ലെ. അതിനു വേണ്ടി എന്ത് ഒരു പദ്ധതി, അത് തടയാൻ ഒരു പദ്ധതി ഉണ്ട്, അതിന്റെ പേരാണ് വെളിച്ചം. എന്താ ശ്രദ്ധിക്കണം, അതിഥി തൊഴിലാളികൾക്കും ആദിവാസികളിലും വദന അർബുദം തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? വെളിച്ചം എന്നാണ്. അപ്പൊ മന്ദഹാസം പറഞ്ഞപ്പോ ഞാൻ ഒരുമിച്ച് മന്ദഹാസം പുഞ്ചിരി, ഇത് മൂന്നും ഓർക്കാം. മന്ദഹാസം, പുന്നകൈ, പുഞ്ചിരി മൂന്നും ഓർക്കണം കേട്ടോ. അപ്പൊ അത് മൂന്നും അതിന്റെ ഒപ്പം വെളിച്ചം കൂടി പറഞ്ഞേ ഉള്ളൂ. വെളിച്ചം എന്താന്നാ പറഞ്ഞ വദന അർബുദം തടയാൻ ആർക്കൊക്കെ? അതിഥി തൊഴിലാളികളുടെ ആദിവാസികളുടെ ഇടയിലുള്ള കേട്ടോ. ഇനി അടുത്തത്, സംസ്ഥാനത്തെ തന്നെ മുഴുവൻ കോർപ്പറേഷനുകളിലും, സംസ്ഥാനത്ത് എത്ര കോർപ്പറേഷൻ ഉണ്ട് നമ്മുടെ അവിടെ? 6 കോർപ്പറേഷൻ ഉണ്ട് ഇല്ലേ കേരളത്തിലെ? മുഴുവൻ കോർപ്പറേഷനുകളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കണ പദ്ധതിയുടെ പേരെന്താണ്? കെ സ്മാർട്ട് എന്നാണ്. എന്താ പദ്ധതിയുടെ പേര്? കെ സ്മാർട്ട് എന്നാണ് കേട്ടോ. കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് കെ സ്മാർട്ടിന്റെ പൂർണ്ണരൂപം. എന്താണ്? കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, അതാണ് കെ സ്മാർട്ടിന്റെ പൂർണ്ണരൂപം. സംസ്ഥാനത്തെ എല്ലാ കോർപ്പറേഷനുകളിലും ഡിജിറ്റൽ സേവനം ലഭ്യമാക്കാൻ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് കെ സ്മാർട്ട്. ഓർക്കുക. അടുത്തത് കൂട്ട്, ഒരു പദ്ധതിയുടെ പേരാണ് കൂട്ട്. എന്താ കൂട്ട് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം കുട്ടികൾ മുഴുവൻ മൊബൈലിൽ അഡിക്റ്റഡ് ആണ് അല്ലെ. അപ്പോ മൊബൈൽ ഫോൺ അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ മോചിതരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയുമായി കൈകോർത്ത് ആരംഭിച്ച പദ്ധതി. അപ്പൊ കൂട്ടുപദ്ധതി കേരള ഗവൺമെന്റ് ഏത് സംഘടനയുമായി സഹകരിച്ചാണ് നടപ്പിൽ വരുത്തുന്നത്? ചോദിക്കാം. എന്താണ് സംഘടനയുടെ പേര്? ബച്പൻ ബച്ചാവോ ആന്തോളൻ. എന്തിനു വേണ്ടിയിട്ടാണ് കൂട്ടുപദ്ധതി എന്ന് പറയുന്ന പദ്ധതി കേരള ഗവൺമെന്റ് കൊണ്ടുവന്നേ? മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ അതിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നതാണ് കൂട്ട്. ക്ലിയർ ആയല്ലോ? അടുത്തത് നോക്കൂ. അടുത്തൊരു പദ്ധതിയുടെ പേരാണ് സ്റ്റാർസ്, നക്ഷത്രങ്ങള്, സ്റ്റാർ കേട്ടോ. സ്റ്റാർസ് എന്താ? അത് പൊതു വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ ഉള്ള സമഗ്ര ശിക്ഷ കേരള പദ്ധതി. അതായത് പൊതുവിദ്യാഭ്യാസം, കേരള ഗവൺമെന്റ് കീഴിലുള്ള വിദ്യാഭ്യാസം കുറച്ചും കൂടി ഭംഗിയാക്കാൻ, നന്നാക്കാൻ, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് വരുത്താൻ, മെച്ചപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ച സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ പേര് സ്റ്റാർസ് എന്നാണ് കേട്ടോ. അടുത്തത് ഉയരെ. എന്താ ഉയരെ എന്ന് പറയുന്ന പദ്ധതി? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലഹരി, കുട്ടികളെ ഫോണിൽ നിന്ന് രക്ഷിക്കുക അല്ലെ. അതുപോലെ തന്നെ ലഹരിയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുക, അതായത് വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പൊ ഇതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടെ സഹകരണം ഉണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടെ കേരളത്തിലെ ആരോഗ്യവകുപ്പും ദേശീയ ആരോഗ്യ വകുപ്പും കൂടി ചേർന്ന് വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാൻ തുടങ്ങിയ പദ്ധതി ഉയരെ. അതായത് ലഹരിയിൽ നിന്നും അവർ മുക്തി നേടിയാൽ അവർ ഉയരങ്ങളിൽ എത്തും, അല്ലെങ്കിൽ അവർ താന്ന് പോകും, നശിച്ചു പോകും കുട്ടികള്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി. ക്ലിയർ ആയില്ലോ? അടുത്തത് നോക്കുക, ജെൻഡർ പോയിന്റ് പേഴ്സൺ. എന്താ സംഭവം? ജെൻഡർ പോയിന്റ് പേഴ്സൺ സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാനായി സ്ത്രീകളെ പ്രാപ്തമാക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതി. അപ്പൊ പല പ്രശ്നങ്ങളും കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ്, അതായത് എന്താ പറയാ, ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഉണ്ടാവുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സ്വയം പരിഹരിക്കാനോ അത് തരണം ചെയ്യാനോ ഉള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി, പല സർവകളിൽ നിന്നും മനസ്സിലാക്കി ജെൻഡർ പോയിന്റ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നേക്കാണ്.
ഒരു പ്രോജക്റ്റ് ആണ്. സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കാനുള്ള കുടുംബശ്രീയുടെ പ്രോജക്റ്റ് ആണ്. അപ്പൊ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ അതിൽ നിന്നും ഉയർത്തി കൊണ്ടുവരിക. ഇനി അടുത്തത് ഡി ഡാഡ്. എന്താണ് ഡി ഡാഡ്? ഡിജിറ്റൽ ഡി അഡീഷൻ. അല്ലാണ്ട് ഡാഡ് അച്ഛൻ അല്ലെങ്കിൽ ആ വേർഡ് അല്ല ഉദ്ദേശിക്കണം. ഡി ഡാഡ് പറഞ്ഞ ഡിജിറ്റൽ ഡി അഡീഷൻ. ഡിജിറ്റൽ ഡി അഡീഷൻ ആണ് ഡി ഡാഡ്. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തിക്ക് പരിഹാരം കാണാൻ കേരള പോലീസ് ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതി. ഇപ്പൊ തന്നെ കൗൺസിലിങ്ങിനെ കുറിച്ച് പറഞ്ഞോളൂ. അപ്പൊ കേരള പോലീസ് ഒരു കൗൺസിലിംഗ് കൊണ്ടുവന്നേക്കാണ്, കൗൺസിലിംഗ് പദ്ധതി കൊണ്ടുവന്നേക്കാണ്. അവരുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഈ ഡിജിറ്റൽ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ അധികം കേസുകൾ വരണേലോ. അപ്പൊ അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ ഡി ഡാഡ്, ഡിജിറ്റൽ ഡി അഡീഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി അവർ കൊണ്ടുവന്നു എന്നാ പറയണേ. അടുത്തത് മാരിവില്ല്. മഴവില്ല് കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ മാരിവില്ല്? യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി. അപ്പൊ യുവജനക്ഷേമ ബോർഡിന്റെ കീഴിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനുള്ള തൊഴിൽ പരിശീലന പദ്ധതി. അപ്പൊ അവർക്ക് ജോലി കിട്ടാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടിയുടെ പേരാണ് മാരിവില്ല്. എന്താണ് മാരിവില്ല്? ഇനി നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ നമ്മുടെ എന്താ പറയാ സൗരോർജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പദ്ധതികളും നമ്മൾ പഠിക്കേണ്ടായി. അപ്പൊ സംസ്ഥാനത്ത് പരിസ്ഥിതി സൗഹാർദ്ദ ഊർജ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി KSEBയുടെ പുരപ്പുറ സൗജന്യ സൗരോർജ പദ്ധതിയുടെ പേരെന്താണ്? സൗര. അപ്പൊ സൗര പദ്ധതി KSEBയുടെ പദ്ധതിയാണ്. വീടിന്റെ മുകളില്, അതാണ് പുരയുടെ പുറ എന്ന് പറയുന്നത്. പുരപ്പുറ സൗരോർജ പദ്ധതിയുടെ പേരാണ് സൗര ട്ടോ. ഇനി അടുത്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന്, അതായത് അവരെ ഉയർത്തിക്കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. സ്ത്രീ ശാക്തീകരണം എന്ന വാക്കിന്റെ അർത്ഥം എന്നിട്ട് സ്ത്രീ ഉന്നമനം. വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിലെ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി. അപ്പൊ ഉന്നതി എന്ന് പറയുന്നത് ഒരു പദ്ധതി. ആ ഉന്നതിയുടെ കീഴില് എന്താ ചെയ്യണേ? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ, ജോലി ആവശ്യമുള്ളവരെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആവശ്യമുള്ള എന്താണോ അവർക്ക് ഉദ്ദേശം, അല്ലെങ്കിൽ വീട് ആവശ്യമുള്ളവരെ എന്താ അവർക്ക് വേണ്ടത് അത് മനസ്സിലാക്കി അവരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ കൊടുക്കണം. ആ പ്രോജക്റ്റിന്റെ പേരാണ് എന്ത്? ഉന്നതി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ഉന്നതി. അടുത്തത് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിലെ തൊഴിലന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടു കൂടി നടപ്പാക്കുന്ന പദ്ധതി പഞ്ചമി. അപ്പൊ പട്ടികജാതിക്കാരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പട്ടികജാതി വികസന വകുപ്പ് തന്നെയുണ്ട്. നമുക്കറിയാം SC ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ST ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ടല്ലോ, അവരുടെ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അവരുടെ സഹായത്തോടെ പട്ടികജാതി വിഭാഗത്തില് പഠിച്ച് തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർ, ഒന്നും പഠിക്കാത്ത ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ലോ. അപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് തൊഴിൽ നൽകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പഞ്ചമി. എന്താണ് പരിപാടിയുടെ പേര്? പഞ്ചമി എന്നാണ് കേട്ടോ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോണത് അനന്യ മലയാളം. ഇത് മുമ്പ് നമ്മൾ LGS തൊട്ട് അല്ലെങ്കിൽ 10th പ്രിലിംസിനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അതിഥി തൊഴിലാളികളെ മലയാളം ഭാഷയിൽ സാക്ഷരരാക്കാൻ വേണ്ടി മലയാളം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. അല്ലെങ്കിലും നമ്മുടെ ഒരു പ്രത്യേകത അതാണ്, എവിടെങ്കിലും ചെന്നാൽ നമ്മൾ അവിടുത്തെ ഭാഷ പഠിക്കുന്നതിന് പകരം നമ്മുടെ ഭാഷ അവരെ പഠിപ്പിക്കുകയാണ്, അല്ലെ? അങ്ങനെയല്ലേ ചെയ്യണേ? അപ്പൊ അതുപോലെ തന്നെ അതിഥി തൊഴിലാളികളോട് ധാരാളം ഉണ്ട്. അപ്പൊ അവരുടെ ഭാഷ പഠിക്കാണ്ട് നമ്മുടെ ഭാഷ അവരെ പഠിപ്പിക്കുകയാണ്. അതിനെയാണ് അനന്യ മലയാളം പദ്ധതി എന്ന് പറയുന്നത്. ഇനി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾ, അതായത് ഇപ്പൊ എല്ലാവർക്കും പ്രൈവറ്റ് ആശുപത്രികളിൽ ഡെലിവറി നടത്താൻ സാധിക്കണമെന്നില്ല എല്ലാ സ്ത്രീകൾക്കും. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെയാണ് അവിടെ പ്രസവം നടക്കുന്നതെങ്കിൽ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന അവിടെ നടക്കും. അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ അവരുടെ ഓരോ ഓർഗൻസും കൃത്യമായിട്ട് എന്താ ചെയ്യണേ? ടെസ്റ്റ് ചെയ്ത് അതിൽ കണ്ണ് അല്ലെങ്കിൽ ചെവി അല്ലെങ്കിൽ അവരുടെ സംസാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അവരുടെ ഹാർട്ട്, കിഡ്നി, അങ്ങനെ അപ്പൊ ഹാർട്ടിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ അവർക്ക് എന്താ പറയണേ ഫ്രീ ആയിട്ടുള്ള ചികിത്സയൊക്കെ കേരള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പൊ അങ്ങനെ സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്ക് ആരോഗ്യ വകുപ്പ് കൊണ്ടുവന്നേക്കുന്ന പദ്ധതിയാണ് ശലഭം എന്ന് പറയുന്നത്. എന്താണ് ശലഭം എന്നാട്ടോ പദ്ധതിയുടെ പേര്. എന്താണ് ശലഭം? കോംപ്രഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം അഥവാ ശലഭം. രണ്ട് രീതിയിലും ചോദിക്കാം. ഒന്നുകിൽ കോംപ്രഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം എന്നാ ചോദിക്കണേ വെച്ചാലോ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുക അത് ശലഭം തന്നെയാണെന്ന് കേട്ടോ. ഇനി നമുക്കറിയാലോ, ഇപ്പൊ എന്താ പറയാ, ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ള പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. അപ്പൊ ഇവര് ഹെൽത്ത് സെന്ററുകളിലൊന്നും പോവാണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് എന്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പരിപാലന പദ്ധതിയാണ് സാന്ത്വനം. അപ്പൊ വീട്ടിലെത്തിയിട്ട് ബ്ലഡ് ടെസ്റ്റ് നടത്തുന്ന കുടുംബശ്രീയുടെ പരിപാടിയുടെ പേര് എന്താണ്? സാന്ത്വനം എന്നാണ്. എന്താ പരിപാടിയുടെ പേര്? സാന്ത്വനം എന്നാണ് കേട്ടോ. ഇനി അടുത്തത് ലഹരി വിരുദ്ധ അപ്പൊ ലഹരിയുമായി ബന്ധപ്പെട്ട് കുറെ ആയി പഠിക്കണം, ശ്രദ്ധിക്കണം നിങ്ങള്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്ന കുട്ടികളെ അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി എന്താ പറയുന്നത്, അവർക്ക് അതിനുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാനും വേണ്ടി എക്സസൈസ് നടത്തുന്ന പരിപാടി നേർവഴി. കുട്ടികളെ നേർവഴിക്ക് നയിക്കുക എന്ന് പറയില്ലേ നമ്മള്, അതന്നെ. അപ്പൊ എന്താ പറയുന്നത്, ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അധ്യാപകരുടെ സഹായത്തോടു കൂടി കണ്ടെത്തി അവരെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. ആ പദ്ധതിയുടെ പേരെന്താ? നേർവഴി തന്നെ അല്ലെ. ഇനി അടുത്തത് ഒരു പദ്ധതിയാണ് കേട്ടോ, അതായത് കർമ്മചാരി പദ്ധതി. എന്താ കർമ്മചാരി? കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജോലി എന്നാണ് അല്ലെ. അപ്പൊ ഒരു ചോദ്യമാണ് പരീക്ഷയുടെ. കർമ്മചാരി പദ്ധതി ആദ്യമായിട്ട് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ എവിടെയാ തുടങ്ങണേ? കൊച്ചിയിലാ തുടങ്ങണേ. എന്താ ഇപ്പൊ കർമ്മചാരി എന്ന് പഠിക്കണ്ടേ നമുക്ക്? വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ലഭിക്കാനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പൊ എന്താണ്, ഇവര് പഠിച്ചാൽ മാത്രം പോരല്ലോ, ജോലിയും കൂടി ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലും വിദേശത്തൊക്കെ അതുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലും അങ്ങനെ കൊണ്ടുവരിക, അങ്ങനെ കുട്ടികളെ സ്വയം പര്യാപ്തയാക്കുക. എങ്ങനെ? ചെറിയ ക്ലാസ്സിൽ തുടങ്ങി, അല്ലെങ്കിൽ കോളേജ് ഒരു +2 കഴിഞ്ഞിട്ടുള്ള തലം തുടങ്ങി അങ്ങനെ ആക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് എന്താ കർമ്മചാരി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പഠിക്കാൻ നമുക്ക് കുറച്ചധികം തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് ക്ലാസ് കേൾക്കാൻ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 പ്ലേലിസ്റ്റിൽ, ഒന്ന് 45 ഡേയ്സ് ചാലഞ്ചിലും ഞാൻ കൊടുക്കാം, കൂടാതെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിലും കൂടെ കൊടുക്കാം. അപ്പൊ ഈ 2 ക്ലാസ്, കാരണം ഞാൻ ഒരു 10th പ്രിലിംസിന്റെയോ അല്ലെങ്കിൽ LGSന്റെയോ ഇതിൽ ഉൾപ്പെടുത്താതെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ അതിൽ ഇത്രയും ഒരു വിശകലനം കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ പ്ലേലിസ്റ്റ് നിങ്ങൾ കാണുക, എന്നിട്ട് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഇതിൽ നിന്നൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.